സ്വർഗീയമായ സന്തോഷത്തിലേക്ക് നമ്മെ വിളിച്ചവനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് നമ്മുടെ മഹത്വത്തിന്റെ സന്തോഷം നമുക്ക് ഒരുമിച്ച് പങ്കിടാം. ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഉദ്ധാന ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായ ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ ദിനമായി സഭ ആഘോഷിക്കുകയാണ്. സന്യാസിനിയായിരുന്ന വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് 1930 കാലയളവുകളിൽ നമ്മുടെ ക്രിസ്തുനാഥൻ നൽകിയ ചില ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത്. നാം ഇപ്പോൾ ദേവാലയത്തിന്റെ അൾത്താരയിൽ കാണുന്നത് പോലെ ദൈവകരുണയുടെ ചിത്രം നമുക്ക് സുപരിചിതമാണ്. ഒരു കരം അനുഗ്രഹിക്കാനായി ഉയർത്തപ്പെട്ട രീതിയിലും മറുകരം ഹൃദയത്തിലേക്ക് ചൂണ്ടപ്പെട്ട രീതിയിലും യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് 2 നിറത്തിലുള്ള പ്രകാശരശ്മികൾ, ഒന്ന് ചുവപ്പ് വർണ്ണമുള്ളത്, മറ്റൊന്ന് നീല കളർന്ന വെള്ള നിറമുള്ളതുമായ രശ്മികൾ നിറഞ്ഞ ഒരു ചിത്രം നമുക്ക് സുപരിചിതമാണ്. യോഹന്നാൻ സുവിശേഷകൻ സുവിശേഷത്തിൽ എഴുതി വെക്കുന്നത് പോലെ കുരിശിൽ തൂക്കപ്പെട്ട ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ രക്തത്തെയും ജലത്തെയും
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളമായ കൂദാശകളുടെ ഉറവിടത്തെയാണ് ഈ ചിത്രത്തിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രശ്മികൾ സൂചിപ്പിക്കുക. ചിത്രത്തിന്റെ താഴെയായി ഈശോയെ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയും നാം എപ്പോഴും സുഹൃത ജപം കണക്കിനെ ഏറ്റുചൊല്ലുന്ന ഒന്നാണല്ലോ. ഈ ദിനങ്ങളിൽ കരുണയുടെ തിരുനാളിന് വേണ്ടി കരുണയുടെ നൊവേന ചൊല്ലി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദുഃഖ വെള്ളിയാഴ്ച മുതൽ എല്ലാ ദിവസവും 3 മണി സമയത്ത് നൊവേന പ്രാർത്ഥനയും അതോടൊപ്പം ദൈവകരുണയുടെ നൊവേനയും, നൊവേനയ്ക്ക് ശേഷം ദൈവകരുണയുടെ ജപമാലയും ഒക്കെ നാം ചൊല്ലി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവകരുണയുടെ തിരുനാൾ ദിവസം സഭ നമ്മെ ഓർമ്മിപ്പിക്കുകയും ബലപ്പെടുത്തുകയുമാണ്. 24 മണിക്കൂറും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി വർഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഈ തിരുനാൾ ദിനം. ഇന്ന് 3 മണിക്ക് ലോകമെമ്പാടും എല്ലാ ക്രൈസ്തവ വിശ്വാസികളും കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പാപങ്ങളിൽ നിന്നുള്ള ദണ്ഡവിമോചന ആനുകൂല്യത്തിന് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ അവരായിരിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ ഏത് കാലഘട്ടത്തെക്കാളും അധികമായി ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങൾക്കൊപ്പം ഈശോയുടെ കരുണയിലല്ലാതെ മറ്റൊന്നിലും ആശ്രയിക്കുവാൻ നമുക്കോ ലോകത്തിനോ ഇല്ലെന്നുള്ളൊരു ബോധ്യം ഈ തിരുനാൾ ദിനം നമുക്ക് നൽകുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തില് നാം വായിച്ചു കേൾക്കുന്നത് പോലെ കർത്താവിന്റെ ഹൃദയത്തിന്റെ കരുണയിലേക്ക് വിരൽ നീട്ടി തൊടാനായിട്ട് തോമസ് അപ്പസ്തോലൻ ക്ഷണിക്കപ്പെട്ടതുപോലെ ഇന്ന് ബലിയർപ്പിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മയും ഈശോ ക്ഷണിക്കുന്നുണ്ട് അവന്റെ ഹൃദയത്തിന്റെ കരുണയിലേക്കും സ്നേഹത്തിലേക്കും ഒന്ന് ചെല്ലുവാൻ. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, ഭയപ്പാടുകളില്ലാതെ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനവും സാന്നിധ്യവും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപയും ഞങ്ങൾക്കും സ്വന്തമാകാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന്. ദൈവകരുണയുടെ തിരുനാൾ ദിവസം അതിനൊരുക്ക ദിനങ്ങൾ 5 കാര്യങ്ങളിലൂടെയാണ് നമ്മെ കടത്തിക്കൊണ്ടുപോയത്. 1, നൊവേന പ്രാർത്ഥനകൾ നാം ചൊല്ലി ഈ തിരുനാൾ ഭംഗിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. 3, സാധ്യമെങ്കിൽ ഇന്ന് ഭവനങ്ങളിൽ കരുണയുടെ ഈശോയുടെ ചിത്രം നാം അലങ്കരിച്ചു വെച്ച് പ്രാർത്ഥിക്കും. 4, കരുണയുടെ ജപമാല നാം ഇന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ച് ചൊല്ലും. 5, കരുണയുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നുപോകും. കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ ദിനമായി ഈ ദിനം മാറ്റപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും പരസ്പരം ആശംസിക്കുകയും ചെയ്യാം. പ്രിയ സഹോദരനെ, ഈ ദിവ്യരഹസ്യങ്ങൾ തക്കതായ ഒരുക്കത്തോടുകൂടെ കൊണ്ടാടുവാനായി നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാം. ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സർവീകശക്തനാം ദൈവമേ, താരണമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂര്യനേ, കർത്താവാം ശ്രീയേശുവേ. ദൈവമേ, കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താരണാം ദൈവത്തിൻ സൂര്യനേ, അങ്ങയെ വാഴ്ത്തി ലോകത്തിൻ പാവനി ഹന്താവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാവനി ഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിന്റെ പിതാവിന്റെ പാർശ്വത്തിൽ നീ വലഭാഗത്തിരുന്നിടുന്നു. ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി സ്വരൂപൻ പിതാവുതൻ നിത്യമയി കാണും തേജസ്സിൽ. പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങ് മാത്രം പരിപാലകൻ, അങ്ങ് ദൈവനാഥൻ, അങ്ങ് മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വം. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യമായ കാരുണ്യത്തിന്റെ ഉറവിടമായ ദൈവമേ, അങ്ങേർക്ക് സമർപ്പിതരായിരിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് ഉജ്ജ്വലിപ്പിക്കുന്നുവല്ലോ. അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ കൃപ അങ്ങ് വർദ്ധമാനമാക്കണം. അങ്ങനെ ഏത് നീർത്തൊട്ടിയാലാണ് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതെന്നും ഏത് ആത്മാവിനാലാണ് ഞങ്ങൾ പുതിയ ജന്മം പ്രാപിച്ചതെന്നും ഏതു രക്തത്താലാണ് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്നും ഉചിതമായ ബുദ്ധിശക്തി വഴി എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. ഇസ്രായേൽ പറയട്ടെ,
അവിടുത്തെ കാരുണ്യം ശാശ്വതമെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവർ തള്ളിക്കയറി ഞാൻ വീഴുമായിരുന്നു, എന്നാൽ കർത്താവ് എന്റെ സഹായത്തിനെത്തി. കർത്താവ് എന്റെ ഫലവും എന്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം ഉയരുന്നു. കർത്താവിന്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ച് രസിക്കാം. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടതാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉദ്ധാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിവുമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധന അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകൾ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മാവിന്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ അങ്ങേക്ക്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യം നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോടും ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരിക്കുമ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും സജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിന്റെ പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പെസഹ സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ലിടയനായ ക്രിസ്തുനാഥൻ വരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവൻ പരിപൂർണമായി അനുഭവിക്കാൻ ഇടയാകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ എല്ലാ സഹോദരരും സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുവാൻ വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉദ്ധാരത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് ലോകം അതിവേഗം വിമുക്തരാകുവാനും രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാർ, നഴ്സുമാർ, ഭരണാധികാരികൾ, മറ്റ് സന്നദ്ധ സേവകർ, നിയമപാലകർ എന്നിവരെല്ലാം പ്രത്യാശയോടും ആരോഗ്യത്തോടും കൂടെ ശുശ്രൂഷയിൽ മുഴുകുവാനും മരണം മൂലം മരണമടഞ്ഞ് വേർപിരിഞ്ഞു പോയ എല്ലാവരും കർത്താവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനും
ഇടയാകട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഇക്കാലയളവിലെ ഞങ്ങളുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ അങ്ങ് ശ്രവിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ജീവിതം ഇന്നു ദാനമേകാൻ അൾത്താരമുന്നിലങ്ങിടുന്നു. ഇൻ ജീവനേ, ഇൻ ജീവനാഥ. ദാനമായി നീക്കും നന്മകളെല്ലാം തിരുമുൻപിലേക്കും കാണിക്കയായി. ദാനമായി നീക്കും നന്മകളെല്ലാം തിരുമുൻപിലേക്കും കാണിക്കയായി. നീ സ്നേഹബലിയോടു ചേർക്കിടമേ, എന്നെ നീ സ്വന്തമാക്കിയിടമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ മർത്തത്തിൽ സുഖമുഴുവനുമായി അങ്ങേ കരുതലിന്റെ ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഈ കാഴ്ചദ്രവ്യങ്ങളും അങ്ങ് സ്വീകരിക്കണം. അങ്ങനെ അങ്ങയുടെ നാമത്തിന്റെ പ്രഖ്യാപനത്താലും പുതിയ ജ്ഞാനസ്നാനത്താലും നവീകൃതരായി ഞങ്ങൾ നിത്യമായ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുക. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അധിഷ്ഠിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, എല്ലാ കാലത്തും വിശിഷ്യ ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് വഴിയാണല്ലോ വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നത്. അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉദ്ധാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ ഭൂതലത്തിലെ സകല ജനങ്ങളും ഇന്ന് ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖവൃന്ദങ്ങളും ആഹ്ലാദപൂർവം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിന്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങയുടെ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകും. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ ഈ പാനപാത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം.
കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങയുടെ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തു, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ക്രിസ്തുവിന്റെ സമാധാനം. ക്രിസ്തുവിന്റെ സമാധാനം. ഇത് ദൈവത്തിന്റെ കുഞ്ഞാട്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യയല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും
ഈ ദിവ്യ കൂദാശയെ അങ്ങേ സ്വീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വരാപ്പുഴ അതിരൂപത വാടൂർ സെന്റ് ജോർജ് ചർച്ച് ഇടവക കുടമട്ടുമ്മൽ മൈക്കിളിന്റെയും മെറ്റി മൈക്കിളിന്റെയും മകൻ മിഥുൻ മൈക്കിളും ഈ ഇടവക കാനപ്പള്ളി ആന്റണി ഹാരിയുടെയും റാണി കുത്തി തെരേസയുടെയും മകൾ മേരി മേപ്പിളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രണ്ടാമത്തെ അറിയിപ്പാകുന്നു. ഈ വിവാഹത്തിന് കാനൂനിക നിയമപ്രകാരം എന്തെങ്കിലും തടസ്സങ്ങളുള്ളതായാൽ ബഹുമാനപ്പെട്ട കാര്യത്തിന് അറിയിക്കേണ്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ പെസഹ രഹസ്യത്തിന്റെ സ്വീകരണം ഞങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ